മലയാളികൾ ഇന്ന് തിരുവോണത്തിന്റെ ആഘോഷ തിമിർപ്പിലാണ്. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ഓണം നൽകുന്ന വർണ്ണങ്ങളും അതിന്റെ സന്തോഷവും ഹൃദയത്തിലും ജീവിതത്തിലും നിറയട്ടെ. ഈ ഓണക്കാലം ഭാഗ്യത്തിന്റെയും അനുഗ്രഹങ്ങളുടെയും കൂടിയാകട്ടെ. എല്ലാ കർമ്മ ന്യൂസ് പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്മ നിറഞ്ഞ 1000 പൊന്നോണാശംസകൾ. ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കുകൾ ഒഴിഞ്ഞ് മലയാളികൾ തിരുവോണത്തെ വരവേറ്റിരിക്കുകയാണ്. കാർഷിക സംസ്കാരത്തിന്റെ വിളവെടുപ്പ് ഉത്സവമാണിത്. ഉള്ളവർ ഇല്ലാത്തവന് കൊടുത്തും കഷ്ടപ്പെടുന്നവന് താങ്ങായി നിന്നും ഈ ആഘോഷത്തെ നമുക്ക് വിശ്വാസ മാനവികതയുടെ സ്നേഹസദ്യയാക്കി മാറ്റാം. മലരിൻ കൂടെ നിറയ്ക്കുന്ന തുമ്പപ്പൂക്കളും ദീപക്കുറ്റികൾ നാട്ടിരിക്കുന്ന നറുമൂക്കുറ്റികളും വെള്ളത്താലവുമേന്തി നിൽക്കുന്ന നെയ്യാമ്പലുകളുമായി തിരുവോണത്തെ വരവേൽക്കുകയാണ് കേരളം. പ്രകൃതിക്ക് ഒരുക്കിയ സ്വീകരണ പന്തലിലൂടെയാണ് മാവേലി മന്നന്റെ വരവ്. പന്നക്കർക്കിടകത്തിൽ നിന്നും ചിങ്ങവേലിന്റെ മന്ദഹാസം നിറയുന്ന തിരുവോണത്തിലേക്ക് കേരളം കാലെടുത്ത് വെക്കുമ്പോൾ മാവേലിയുടെ ഐതിഹ്യം അതിനൊരു പൂത്താലിയാണ്. കള്ളവും ചതിയും പൊള്ളവചനങ്ങളുമില്ലാതെ ഒരു നല്ല കാലത്തിന്റെ സ്മരണ പുതുക്കലാണ് നമുക്ക് ഓണം. ഉണ്ടറിയണം ഓണം എന്നാണ് പറയാറ്. കൈകൊട്ടിക്കളിയും ഓണപ്പാട്ടുകളും ഓണത്തല്ലും വടംവലിയും ഒക്കെയായി ഓണാഘോഷങ്ങൾ തുടരും. ഒരുമയുടെ സന്ദേശമാണ് മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഈ ആഘോഷം മുന്നോട്ട് വയ്ക്കുന്നത്. സാധാരണയായ തുമ്പപ്പൂവാണ് ഓണത്തിന്റെ താരം. മാവേലി ചേർത്ത് പിടിച്ചത് ആ പൂവിനെയാണ്. അതും ഒരു സന്ദേശമാണ്. സാധാരണക്കാരനെ ഒരിക്കലും കൈവിടരുതെന്ന വിപ്ലവകരമായ ആഹ്വാനം. സമത്വസുന്ദരമായ ലോകത്തെ ആഘോഷിക്കുന്ന മറ്റേത് ആഘോഷമാണ് ലോകത്ത് വേറെയുള്ളത്? അതേസമയം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കം നിരവധി പേരാണ് മലയാളികൾക്ക് ഓണാശംസകൾ അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. മുഖ്യമന്ത്രി VD സതീശന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: മലയാളത്തിന്റെ മഹനീയ സങ്കല്പമാണ് ഓണം. ജാതിമത ചിന്തകൾക്ക് അതീതമായി എല്ലാ മലയാളികളുടെയും അഭിമാനകരമായ ആഘോഷം. അതിജീവനത്തിന് പ്രേരിപ്പിക്കുകയും ആത്മവിശ്വാസം നൽകുകയും പ്രതിസന്ധികളിൽ നമ്മൾ ഒറ്റയ്ക്കല്ലെന്ന തിരിച്ചറിവ് ഉണ്ടാവുന്നതുമാണ് ഓരോ ഓണാഘോഷങ്ങളും. സങ്കടങ്ങളും പ്രയാസങ്ങളും മാറ്റിമറിച്ച് കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം എല്ലാവരും ഓണം ആഘോഷിക്കാൻ സാധിക്കട്ടെ. പ്രകൃതി ദുരന്തമുണ്ടാക്കിയ പ്രയാസങ്ങൾ ഇപ്പോഴും മാറിയിട്ടില്ല. പക്ഷെ അതിജീവനത്തിനുള്ള കരുത്തും ആത്മവിശ്വാസവുമാണ് ഓരോ ആഘോഷത്തിലൂടെയും നാം കൈവരിക്കുന്നത്. വിലക്കയറ്റമില്ലാത്ത ഓണാഘോഷത്തിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. സന്തോഷവും മുന്നോട്ടുള്ള യാത്രയിൽ കരുത്തും നൽകുന്നതാവട്ടെ ഇത്തവണത്തെ തിരുവോണം. സമൂഹത്തിൽ വെറുപ്പും വിദ്വേഷവും വിതച്ച് ഭിന്നിപ്പുണ്ടാക്കി അതിൽ നിന്നും ലാഭമുണ്ടാക്കുന്നവർ തക്കം പാർത്തിരിക്കുന്ന ഈ കാലത്ത് ജാതിമത വ്യത്യാസങ്ങളില്ലാതെ ഒറ്റക്കെട്ടായി ഒന്നിച്ചു നിൽക്കണം. അതുതന്നെയാണ് ഓണാഘോഷത്തിന്റെ സന്ദേശവും. കേരളത്തിലെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാം ഊഷ്മളമായ ആശംസകൾ നേരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.